നമസ്തേ. ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോയിൽ ഒരു ഉദാഹരണ ജാതകമാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മേട ലഗ്നത്തെക്കുറിച്ചാണ്. ഈ പ്രാവശ്യം നമ്മൾ ഒന്നിടവിട്ട് നമുക്ക് പോകാം. ഒരു ഉദാഹരണ ജാതകമാണ്. ഒരു പിതാവ് നഷ്ടപ്പെട്ട ഒരു ജാതകം. പിതാവ് കുഞ്ഞിലെ നഷ്ടപ്പെടാനുള്ള കാരണം എങ്ങനെയാണ്? 9ാം ഭാവത്തിൻ്റെയും ഭാവാധിപൻ്റെയും കാരകൻ്റെയും ബലം നമുക്കറിയാം. ഒരു നഷ്ടം സംഭവിക്കുമ്പോൾ ഭാവത്തിൻ്റെ, ഭാവാധിപൻ്റെ, കാരകൻ്റെ ബുദ്ധിമുട്ടുകൾ വരും. അതിൽ 3-ൽ 2 വരുമ്പോഴും 3-ൽ 1 വരുമ്പോഴും 3-ൽ 3 വരുമ്പോഴും എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്. അതായത് പിതാവ് ജനിക്കുമ്പോഴേ പിതാവില്ലാതെ ജനിക്കുന്നവരുണ്ട്. ചില സമയത്ത് അങ്ങനെ സംഭവിക്കാം. ജനിച്ച 1 വർഷം 2 വർഷത്തിൻ്റെ ഉള്ളിൽ മരിക്കുന്നവരുണ്ട്. ഒരു 10 വയസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു 25-30 വയസ്സിൽ മരിക്കുന്നവരുണ്ട്. 50 വയസ്സ് കഴിഞ്ഞിട്ടും ജീവിച്ച് അച്ഛൻ ഉള്ളവരും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നതിൻ്റെ കാരണം അതായത് 3ഉം, അതായത് 9ാം ഭാവം, 9ാം ഭാവാധിപതി, 9ാം ഭാവകാരകൻ 3ഉം അതീവ ബലമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇദ്ദേഹത്തിന് 50 വയസ്സായാലും അച്ഛൻ ജീവിച്ചിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ജാതകവും നമുക്ക് വേണമെങ്കിൽ ഉദാഹരണം കാണാൻ പറ്റും, നിറയെ കാണാൻ പറ്റും. ഈ ഒരു ജാതകം എന്ന് പറയുന്നത് ഭാവം, അതുപോലെ ഭാവാധിപൻ, കാരകൻ, ഇതിൽ 2 നാശം വരികയും 1 ഗുണം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ഒരു 10 വയസ്സ് വരെയൊക്കെ പിതാവ് ജീവിച്ചിരുന്ന ഒരു ജാതകമാണ്. 10 വയസ്സിൻ്റെ ഉള്ളിൽ പിതാവ് നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ 9ാം ഭാവത്തിൻ്റെ, അപ്പോൾ ഒരു ഭാവത്തെ എങ്ങനെയാണ് നമ്മൾ ഫലപ്രവചനത്തിൽ ഉപയോഗിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവാൻ വേണ്ടി. അത് 9 എന്ന് പറയുന്നത് പിതാവാണ്, 4 എന്ന് പറയുന്നത് മാതാവാണ്, 5 പുത്രനാണ്, 3 സഹോദരനാണ്. അങ്ങനെ നമ്മൾ ഓരോ ഭാവങ്ങളിൽ നമുക്ക് ഇതുപോലെ തന്നെ എടുക്കുക. അപ്പോൾ എന്തൊക്കെ നഷ്ടം വരും? ജീവകാരകത്വം വരുമ്പോൾ അങ്ങനെയാണ്. ഇനി ജഡകാരകത്വങ്ങൾ അത് എന്തൊക്കെ, ധനം നഷ്ടം വരുമോ? അങ്ങനെയാണ് നമ്മൾ സ്വയം നഷ്ടം വരും. സ്വയം നഷ്ടം വരുന്നത് എങ്ങനെയാണ്? അഷ്ടമം 6, 8 ഭാവങ്ങൾക്കാണ് സ്വനഷ്ടം. നമുക്ക് ഐശ്വര്യം, അഭിവൃദ്ധി നഷ്ടപ്പെടുക, ഐശ്വര്യം നഷ്ടപ്പെടുക, ധനനഷ്ടം വരിക, ആരോഗ്യ നഷ്ടം വരിക, അല്ലെങ്കിൽ അസുഖം വരിക, മരണം ഉണ്ടാവും. ഇതെല്ലാം വന്നിട്ട് 6, 8 ആണ്. അപ്പോൾ ഏത് നഷ്ടമാണ് വരിക എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ജാതകത്തിലെ മേടലഗ്നമാണ്. 9ാം ഭാവവും ഭാവാധിപനും കാരകനും എന്താണ് നില നോക്കിയിട്ട് പിതാവ് 10 വയസ്സിൻ്റെ ഉള്ളിൽ പിതാവ് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ ഏകദേശം സമയം, ജനന സമയം 14 ജൂൺ 2002 തൃശ്ശൂർ ജനിച്ച ഒരു ജാതകമാണ് കേട്ടോ. മേട ലഗ്നമാണ്. ലഗ്നം 22 ഡിഗ്രിയാണ്. അപ്പോൾ നിങ്ങളെ ഈ ലഗ്നം സൂര്യൻ ചന്ദ്രനൊക്കെ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് സമയം കിട്ടും. വളരെ ഈസിയാണത്. ലഗ്നം കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് സമയം മനസ്സിലാവും. കാര്യം സൂര്യൻ നിൽക്കുന്നത് എവിടെയാണ്? അതിൻ്റെ 6ാം രാശിയിലാണ് ലഗ്നം വരുന്നത്. 7ാം രാശി വന്നു കഴിഞ്ഞാൽ സൂര്യൻ ഉദയത്തിലാണ് ജനനരാശിയിൽ. ഇവിടെ സൂര്യൻ്റെ ഉദയത്തിൽ, അതായത് ഉദയ സമയത്ത് വന്നാൽ ഇവിടെ തന്നെ ലഗ്നം വരും. അതിനനുസരിച്ച് ഓരോ 2 മണിക്കൂറിനനുസരിച്ച് ലഗ്നം മാറി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ഇതായിരിക്കും? 10 മണിക്കൂറിൻ്റെ ഉള്ളിലുള്ളൊരു ജനനാണ്. അതായത് ഉദയത്തിൻ്റെ അസ്തമയത്തിന് 2 മണിക്കൂർ മുമ്പുള്ള ഒരു ജനനായിരിക്കും. ഇങ്ങനെ നമ്മൾ കണക്കാക്കണം. അതാണ് ജ്യോതിഷത്തിൽ നമ്മൾ ബുദ്ധി ഉപയോഗിക്കുമ്പോഴാണ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും സൂര്യൻ എഴുതി, അവിടെ തന്നെ ആരൊക്കെ ഉണ്ട്? ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ പെട്ടെന്ന്, എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് മനസ്സിലാവും. സൂര്യനുണ്ട്, ശനിയുണ്ട്, രാഹുവുണ്ട്, ബുധനുണ്ട്. അഷ്ടമത്തിൽ 4 ഗ്രഹങ്ങളുണ്ട്. അതാണ് ജാതകം. 9ൽ ആരൊക്കെയുണ്ട്? ചൊവ്വയുണ്ട്, ഗുരുവുണ്ട്. ഗുരു 9ലുണ്ട് അല്ലേ? ചന്ദ്രനും ശുക്രനും 10ലുണ്ട്. അതുപോലെ തന്നെ 2ൽ ആരുണ്ടാവും? കേതു ഉണ്ട്. രാഹു വന്നിട്ട് അഷ്ടമത്തിലാണെങ്കിൽ 2ൽ കേതു ഉണ്ടാവും. ഇദ്ദേഹത്തിന് കുഞ്ഞിലെ തന്നെ ഒരു 10 വയസ്സിൽ ബുധദശയാണ് സ്റ്റാർട്ടിങ്ങിൽ ഇദ്ദേഹം നിൽക്കുന്നത്. ചന്ദ്രൻ നിൽക്കുന്നത് നമുക്കറിയാം അല്ലേ? ചന്ദ്രൻ നിൽക്കുന്നത് പൂയം നക്ഷത്രത്തിലാണ്. അപ്പോൾ ചൂയം നക്ഷത്രത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ആയില്യം, അതായത് 2ാമത് വരുന്ന ബുധൻ്റെ ദശയിൽ തന്നെ 9ാം ഭാവാധിപനും 12ാം ഭാവാധിപനാണ് ബുധൻ. ഇനി എങ്ങനെയാണത് നിലപാട്? എങ്ങനെയൊക്കെയാണ് ബുധൻ, എന്തുകൊണ്ടാണ് പിതാവിന് നഷ്ടപ്പെട്ടതെന്ന് നമ്മൾ നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഇതിൻ്റെയൊക്കെ ഡിഗ്രികൾ എഴുതാം അല്ലേ? സൂര്യൻ 29 ഡിഗ്രി, ചന്ദ്രൻ 12 ഡിഗ്രി, ചൊവ്വ 17 ഡിഗ്രി. നിങ്ങൾക്ക് ഡിഗ്രികൾ എഴുതിയിരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയാണ്. ബുധൻ 8 ഡിഗ്രി. എങ്ങനെയൊക്കെ ബാധിക്കപ്പെട്ടിട്ടുണ്ട്? വ്യാഴം 25 ഡിഗ്രി. അതുപോലെ തന്നെ ശുക്രൻ 5 ഡിഗ്രി. ശനി 25 ഡിഗ്രി. രാഹു 23 ഡിഗ്രി.
3 ഡിഗ്രി. ഇതാണ് ഏകദേശം ഡിഗ്രികൾ. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഡിഗ്രികൾ മനസ്സിലാക്കി. ലഗ്നം 22 ഡിഗ്രിയാണ്, ഗുരു 25 ഡിഗ്രിയിലുണ്ട്. ഗുരു ലഗ്നത്തിലേക്ക് നോക്കുന്ന നല്ല ജാതകമാണ് അല്ലേ. ശുക്രൻ 10ലുണ്ട്, 10ാം ഭാവാധിപൻ ബലമുണ്ട്. അപ്പോൾ ജോലിയൊക്കെ അദ്ദേഹം വളരെ സ്ട്രോങ് ആയിരിക്കും അല്ലേ. അദ്ദേഹത്തിന് ജോലി വളരെ സ്ട്രോങ് ആയിരിക്കും. 10ാം ഭാവത്തിലെ ലഗ്നാധിപൻ നിന്ന് കൂടെ 10ാം ഭാവാധിപൻ നിൽക്കുന്നുണ്ട്. ശനിയുടെ ദൃഷ്ടി ഉണ്ട് അവിടെ, ഇല്ല എന്ന് കാണാതിരിക്കരുത്. പക്ഷേ 25 ഡിഗ്രി ആയതുകൊണ്ട് ശുക്രനെ ബാധിക്കില്ല. 20 ഡിഗ്രി ദൂരെ നിൽക്കുന്ന ശുക്രനായതുകൊണ്ട് ശുക്രനെ കാര്യമായി ബാധിക്കില്ല. ലഗ്നാധിപന് ബാധിക്കില്ല. ലഗ്നത്തിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. 3 ഡിഗ്രിക്കുള്ളിൽ ഗുരു നോക്കും. അപ്പം നല്ല ജാതകമാണ് അല്ലേ. പക്ഷേ ഇദ്ദേഹത്തിന് പിതാവില്ല. 10 വയസ്സിൽ പിതാവും മരിക്കും. കാരണം എന്താണ്? ബുധദശ വന്നു. ബുധദശ വന്നപ്പോൾ എന്തൊക്കെ സംഭവിക്കും? അപ്പോൾ എന്തുകൊണ്ട് 10 വയസ്സ് ജനിച്ചപ്പോൾ തന്നെ മരിച്ചൂടെ? ശനിദശയായിരുന്നു തുടക്കത്തിൽ വന്ന്. ശനി അഷ്ടമത്തിലാണ്. ശനി അഷ്ടമത്തിലാണ്. തുലാലഗ്നത്തിന് യോഗകാരകനുമാണ്. അവിടെ എന്തുണ്ടാവില്ല? നാശം ഉണ്ടാവില്ല. ശനിക്ക് വളരെ പാപത്വമാണ്. സൂര്യബന്ധമുണ്ട്, രാഹുബന്ധമുണ്ട്. പക്ഷേ ശുക്രൻ്റെ വീടുമുണ്ട്, ബുധൻ്റെ യോഗമുണ്ട്. അത് ശനിക്കൊരു ചെറിയൊരു ശുഭത്വം കൊടുക്കും. മാത്രമല്ല അഷ്ടമത്തിൽ ശനി ദീർഘായുസ്സും കൊടുക്കും. ഇവിടെ രാജയോഗാധിപനായതുകൊണ്ട് ശനിദശയിൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ബുധദശ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? 9ാം ഭാവം ദശ വരുമ്പോൾ എന്താ ഉണ്ടാവുക? അത് നമ്മൾ മനസ്സിലാക്കണം. ദശ വരുമ്പോൾ എന്തുണ്ടാവും? പലരും ചോദ്യങ്ങൾ ചോദിക്കുന്ന, പലരും സംശയമുള്ളൊരു കാര്യമാണ്. ദശ എന്ന് പറയുന്നത് എന്താ? ദശയിൽ ആധിപത്യമാണ് തരുന്നത് കൂടുതലായിട്ട്. കാരകത്വം ഒപ്പം തരും. കാരകത്വവും ആധിപത്യവും ഒന്നിച്ച് കിട്ടുക ദശയിൽ മാത്രമാണ്. കാരകത്വവും ആധിപത്യവും ഒന്നിച്ച് എപ്പോൾ കിട്ടും? ദശയിൽ കിട്ടും. ജീവിതം മൊത്തം കിട്ടുമോ? കിട്ടില്ല. ഇപ്പോൾ ബുധദശ വരുമ്പോഴാണ് 9ാം ഭാവ ആധിപത്യവും 12ാം ഭാവ ആധിപത്യവും കിട്ടുക. ബുധ ദശ വരുമ്പോൾ മാത്രമേ എന്ത് കിട്ടുള്ളൂ? ഈ 2 ആധിപത്യം കിട്ടുള്ളൂ. കാരകത്വം ബുധൻ്റെ ബുദ്ധി, ജ്ഞാനം, അറിവ്, കവിത, കഥ എഴുതാനുള്ള ശേഷി, സർഗാത്മകത എല്ലാം എപ്പോഴാണ് കിട്ടുക? ജീവിതം മൊത്തം കിട്ടും. ബുധൻ നന്നെങ്കിൽ കേട്ടോ, ജീവിതം മൊത്തം കിട്ടും. അതെങ്ങനെയാണ്? കാരകത്വം ജീവിതം മൊത്തവും, ആധിപത്യം ദശകളിലുമാണ്. ദശകളിൽ ആധിപത്യം മാത്രമല്ല, കാരകത്വം തരും. കാരകത്വവും തരും, ആധിപത്യവും തരും. പക്ഷേ അത് ആധിപത്യം എപ്പോഴേ കിട്ടുള്ളൂ? അത് നമ്മൾ പഠിക്കേണ്ടത്. കാരകത്വം പൂർണ്ണമായിട്ടും കിട്ടും, ഏത് ദശയിലും കിട്ടും. അത് ദീർഘായുസ് അല്ല, ജീവിതം മൊത്തവും കിട്ടും. പക്ഷേ ആധിപത്യം ദശയിൽ മാത്രമേ കിട്ടുള്ളൂ. 9ാം ഭാവ ആധിപത്യം തരുന്ന ബുധൻ്റെ ദശ വന്നു. അപ്പോൾ ബുധൻ്റെ ദശ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? 9, 12 ഭാവാധിപത്യ. 9 പറയണത് പിതാവുണ്ട്. എപ്പോഴും ദശ തുടങ്ങുമ്പോൾ ജീവകാരകത്വത്തിനാണ് ആ ദോഷം ഉണ്ടെങ്കിൽ ആദ്യം ബാധിക്കുക. അതും നമ്മൾ ശ്രദ്ധിക്കണം. കാരകത്വം അല്ലെങ്കിൽ ആധിപത്യം വരുമ്പോൾ ജീവനാണ്, അതായത് നഷ്ടം വരുന്നത് ജീവതിനാണ്. പരമാവധി ജീവകാരകത്വം വരികയാണ്, നഷ്ടം വരും. ഇപ്പം ചന്ദ്രൻ്റെ ദശ വരുമ്പോൾ ദോഷത്തിലാണ് ചന്ദ്രനെങ്കിൽ മാതാവിനാണ് രോഗം, ദുരിതം, കടം, മരണം ഒക്കെ സംഭവിക്കുക. സൂര്യൻ്റെ ദശ വരികയാണെങ്കിൽ കാരകത്വത്തിന്, ചൊവ്വയുടെ ദശ വരികയാണെങ്കിൽ സഹോദരനാണ്. ശുക്രൻ്റെ ദശ വരികയാണെങ്കിൽ ഭാര്യാസ്ഥാനം അല്ലെങ്കിൽ ഭർത്തസ്ഥാനത്തിനാണ് ദോഷം വരിക. അപ്പോൾ അതുപോലെ നമ്മൾ ജീവകാരകത്വം, കാരകത്വത്തിൽ 2 ഉണ്ട്, ജഡകാരകത്വം, ജീവകാരകത്വം. ഇത് ആധിപത്യം വരുമ്പോൾ എന്ത് സംഭവിക്കും? 9ാം ഭാവ ആധിപത്യം വന്നപ്പോൾ ആദ്യം നമുക്ക് പിതാവാണ് 9ൻ്റെ പ്രാധാന്യം. ഭാഗ്യമുണ്ട്, ധർമ്മമുണ്ട്, ദയുണ്ട്, പുണ്യമുണ്ട്, ദേവാലയങ്ങളെല്ലാം വരും 9ആണ്. ഒപ്പം ആരുണ്ട്? പിതാവുണ്ട്. അപ്പോൾ ആദ്യം ദോഷം വന്നാൽ പിതാവിനാണ് ബാധിക്കുക. എങ്ങനെയൊക്കെ ദോഷം വന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ്. എങ്ങനെയൊക്കെ ദോഷം വന്നാൽ? ഗോചരത്തിൽ ദോഷം വരണം. ഗോചര ദോഷം പറയുമ്പോൾ ബുധൻ ആ സമയത്ത്, പിതാവ് മരിക്കുന്ന സമയത്ത് ബുധന് ശനിബന്ധം, രാഹുബന്ധം പോലുള്ള സർവ്വദോഷങ്ങളും വരണം. അതെല്ലാം വന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഗോചരത്തിലെ ശനിദോഷങ്ങളോ അല്ലെങ്കിൽ ലഗ്നാധിപന് ദോഷസമയമോ. ബുധന് ദോഷം വരിക എന്ന് പറയുമ്പോൾ എന്തുണ്ടാവും? ശുക്രനും ഒരുപോലെ ദോഷം വരും. കാര്യം സൂര്യനും ശുക്രനും ബുധനും ഒന്നിച്ച് സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളായതുകൊണ്ട്, വലിയ മാറ്റമില്ലാതെ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളായതുകൊണ്ട് ദോഷം വരും. ഇവിടെ എന്തുണ്ട്? ബുധൻ്റെ ദശ വന്നു. 9ാം ഭാവാധിപനാണ്. 12 വിരയസ്ഥാനം, നഷ്ടത്തിൻ്റെ അധിപനും കൂടിയാണ്. 2 ആധിപത്യം ബുധൻ കൊടുക്കും. അവിടെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ്. 9ാം ഭാവാധിപത്യവും കൊടുക്കും, 12ാം ഭാവാധിപത്യവും കൊടുക്കും. രണ്ടും കൂടിയും ചേർന്ന് വരുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അത് നഷ്ടം വരുത്തുന്നത് എങ്ങനെയാണ്? 9, 2 ഭാവാധിപൻ്റെ ദശയിൽ 2, 7 ഭാവാധിപനായ കേതുവിൻ്റെ അപഹാരത്തിലാണ് മരണം സംഭവിക്കുന്നത്. 2, 7 ഭാവാധിപനായ കേതുവിൻ്റെ അപഹാരം, അതായത് ചൊവ്വയുടെ വീട്ടിൽ നിൽക്കുന്ന കേതുവിൻ്റെ അപഹാരം. ചൊവ്വയുടെ വീട്ടിൽ നിന്ന കേതു 2, 7 ഭാവമാരകനാണ്. 2, 7 മാരകസ്ഥാനങ്ങളാണ്. 2, 7 മാരകസ്ഥാനങ്ങളാണ്. 2, 7, 11 നമ്മൾ ശ്രദ്ധിക്കണം. തുലാത്തിന് 11 ചിലപ്പോൾ മാരകം കൊടുക്കും, അവിടെ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ.
2, 7 സ്ഥാനാധിപനായിട്ടുള്ള. അപ്പം മാരകം, അഷ്ടമം, 6 ഈ ഭാവങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? 9ാം ഭാവാധിപൻ നിൽക്കുന്നത് അഷ്ടമത്തിലാണ്. കഷ്ടം, നഷ്ടം, പെട്ടെന്നുള്ള പതനം കാര്യങ്ങളൊക്കെ കൊടുക്കും. 12ാം ഭാവാധിപനും കൂടി ആയതുകൊണ്ട് നഷ്ടം വന്നു. എന്ത് നഷ്ടം വന്നു? പിതാവിനെ നഷ്ടം വന്നു. കേതുവിലെ മാറ്റം, അതായത് കേതു മുറിക്കും. അങ്ങനെ 2, 7 മാരകനായ കേതുവിൻ്റെ അല്ലെങ്കിൽ ചൊവ്വയുടെ വീട്ടിൽ നിന്ന കേതുവിൻ്റെ ചൊവ്വയുടെ തന്നെ പറയണം, അവിടെ കേതുവിൻ്റെ എന്നല്ല, ചൊവ്വയുടെ ശനിദൃഷ്ടി വാങ്ങിച്ച ചൊവ്വയുടെ, അവിടെയാണ് ഇമ്പോർട്ടൻ്റ്. ഒരേ വീട്ടിലെ കേതുവിൻ്റെയും ചൊവ്വയുടെയും ശനിയുടെയും ദൃഷ്ടി കേതുവിന് വരും. ശനി നോക്കും ചൊവ്വയുടെ വീട്. അപ്പോൾ ഇത് രണ്ടും കൂടി വരുന്നതുകൊണ്ട് കേതു എന്താവും? മാരകത്വം പൂർണ്ണമായിട്ട് കിട്ടും. 2, 7 ഭാവാധിപത്യം അത് മാരകമാവും. ആ മാരകത്വം എങ്ങനെ വന്നു? ശനിയുടെ ദൃഷ്ടി കൊണ്ടും ചൊവ്വയുടെ ക്ഷേത്രസ്ഥിതി കൊണ്ടും കേതു അതീവ പാപനാവും. ബുധദശയിൽ കേതുവിൻ്റെ അപഹാരത്തിൽ പിതാവ് നഷ്ടപ്പെട്ടു. എന്തൊക്കെ കാരണം കൊണ്ടാണ്? ബുധൻ അതീവ പാപനാണ്. ബുധൻ 8 ഡിഗ്രിയിലാണ്. പക്ഷേ ശനി അതുപോലെ രാഹു കുറച്ച് ദൂരം നിന്നിട്ടാണ്. പക്ഷേ ശനിയും രാഹുവും നിന്നു. മാത്രമല്ല അഷ്ടമത്തിലാണ്. 9ാം ഭാവാധിപൻ 9ാം ഭാവത്തിൻ്റെ ബലം കൊടുക്കാൻ കഴിവില്ലാതെ 12ാം ഭാവ ബലമാണ് കൊടുക്കുക. 9ാം ഭാവത്തിൻ്റെ 12ലായതുകൊണ്ട് 9ാം ഭാവ ശുഭത്വം ഇല്ല. മാത്രമല്ല രാഹു അതുപോലെ ശനി ബന്ധം വന്നു. രാഹുവിൻ്റെയും ശനിയുടെയും സൂര്യൻ്റെയും ആ ഭാവത്തിന് തടസ്സം വന്നു. അവിടെ വന്നിട്ട് ബുധൻ്റെ ദശയിൽ കേതുവിൻ്റെ അപഹാരത്തിൽ ഇനി കാരകൻ, ഇതിവിടെ 9ാം ഭാവ കാരകൻ ആരാണ്? സൂര്യനാണ്. സൂര്യൻ എങ്ങനെയാണ് നിൽക്കുന്നത്? 4 ഡിഗ്രിയേ ഉള്ളൂ ശനിയുമായിട്ട്. അതായത് കാരകൻ അടിയുണ്ട്. നമ്മൾ നോക്കുക എപ്പോഴും എന്നതാണ്, 9ാം ഭാവാധിപൻ്റെ ദശ വന്നു. 9ാം ഭാവാധിപൻ്റെ ദശയിൽ ഭാഗ്യം നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നഷ്ടപ്പെടുമോ എന്നൊക്കെ നോക്കുന്നത് ആദ്യം നമ്മൾ കാരകനെ നോക്കും. ഇപ്പോൾ 4ാം ഭാവാധിപൻ്റെ ദശ വന്നു, ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. 4ാം ഭാവാധിപൻ വണ്ടി, വീട്, വാഹനം, മാതാവ്. വണ്ടി, വീട്, വാഹനം, മാതാവ്, ഉന്നത വിദ്യാഭ്യാസം. ഈ 5 കാര്യങ്ങൾ നമുക്ക് 4ാം ഭാവം കൊണ്ട് തന്നെ പറയാം. വണ്ടി, വാഹനം, വീട് ആരാണ്? കാരകൻ ശുക്രനാണ്. ശുക്രനും കെട്ടുപോയി, ശുക്രൻ്റെ 2 വീടും കെട്ടുപോയാൽ വണ്ടി, വീട്, വാഹനം നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയാം. മാതാവ് ആരാണ് കാരകൻ? ചന്ദ്രനും കെട്ടുപോയി, ചന്ദ്രൻ്റെ വീട് കർക്കടകവും കെട്ടുപോയാലാണ് മാതാവ് നഷ്ടപ്പെടുമെന്ന് പറയാം. 4ാം ഭാവാധിപൻ മാത്രമല്ല. അപ്പോൾ അധിപൻ കെട്ടാലും നമ്മൾ കാരകനെ നോക്കണം. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം, അത് ബുധനാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാരകൻ ആരാ? ബുധനാണ്. ബുധൻ്റെ 2 വീടുകളും കെട്ടുപോയാൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ 4ാം ഭാവത്തിലെ പാപത്വം വന്നു കഴിഞ്ഞാൽ, 4ാം ഭാവാധിപന് പാപത്വം വന്നാലൊക്കെ നമ്മൾ ഉടൻ കാരകനെ നോക്കും. ഏത് കാരകനാണ് കൂടുതൽ നാശം വന്നത്? ബുധനാണെങ്കിൽ ബുദ്ധിക്കും വിദ്യാഭ്യാസത്തിനും തടസ്സം, ചന്ദ്രനാണെങ്കിൽ മാതാവിനും മനസ്സിനും തടസ്സം, ശുക്രനാണെങ്കിൽ വണ്ടി, വീട്, വാഹനം, ലക്ഷറി കാര്യങ്ങൾക്ക് തടസ്സം. ഇങ്ങനെയാണ് നമ്മൾ ഭാവങ്ങളെ ചിന്തിക്കുക. ഇവിടെ വന്നിട്ട് 9ാം ഭാവം നോക്കുമ്പോൾ ഭാവാധിപൻ മോശമായി ദശ വന്നാൽ, ദശ വരുമ്പോഴാണ് കുഴപ്പം. ദശ വന്നു, അഷ്ടമത്തിൽ നിന്ന് ദശ നടത്തുകയാണ്. 12ാം ഭാവ ആധിപത്യം കൂടിയുണ്ട്. നഷ്ടം കൊടുക്കണം. നഷ്ടത്തിൻ്റെ കാരകൻ, നഷ്ടത്തിൻ്റെ ആധിപത്യമാണ്. അതായത് 9 പിതാവ്, നഷ്ടം, ഇത് രണ്ടും വരും. എങ്ങനെ? ബുധൻ്റെ ദശ വന്നാൽ. അപ്പോൾ അത് വരണം. അപ്പോൾ അത് വരാൻ ഇവിടെ പൂർണ്ണ പാപത്വം വന്നു. മാത്രമല്ല അഷ്ടമസ്ഥിതി വന്നു. അഷ്ടമസ്ഥിതി വന്നു എന്ന് മാത്രമല്ല, കാരകൻ സൂര്യൻ 4 ഡിഗ്രിക്കുള്ളിൽ കെട്ടുപോയി. കാരകൻ എന്തു പറ്റി? പൂർണ്ണമായ നാശം വന്നു. അപ്പോൾ കാരകൻ നശിച്ചു, അധിപതി നശിച്ചു. ഭാവത്തിന് ബലമുണ്ട്, ഗുരു ഉണ്ട് അവിടെ. പക്ഷെ അവിടെ ചൊവ്വയുണ്ട്. ചൊവ്വ ശത്രുക്ഷേത്രത്തിലാണ്. ചൊവ്വ മാരകനുമാണ്. മാരകനായ ചൊവ്വ 9 മംഗളയോഗം കൊടുക്കുമെങ്കിലും ധനപരമായ ഗുണങ്ങൾ കൊടുക്കുന്നൊപ്പം തന്നെ ജീവകാരകത്തിന് ബുദ്ധിമുട്ട് കൊടുക്കും. ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട്. ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ചന്ദ്രന് ശനിദൃഷ്ടി വളരെ ദോഷമാണ്. ചന്ദ്രന് ശനിദൃഷ്ടി വന്നു. അപ്പോൾ മാതാവിന് ദുഃഖം കൊടുക്കണം. അപ്പോൾ പിതാവില്ലാതെയാവും. അങ്ങനെയാണ് സംഭവിക്കുക. ഇതും നമ്മൾ നോക്കണം. എപ്പോഴും പിതാവ് നഷ്ടപ്പെടണമെങ്കിൽ ചന്ദ്രൻ്റെ സ്ഥിതിയും കൂടി പ്രധാനമാണ്. പിതാവ് നഷ്ടപ്പെട്ടാൽ ശരിക്കും ഏറ്റവും കൂടുതൽ ദുഃഖം ആർക്കാ വരിക? മാതാവിനാണ്. അപ്പം മാതാവിന് എന്ത് പറ്റണം? ചെറിയൊരു നാശം അവിടെ മാതാവിൻ്റെ ജാതകത്തിലും ഉണ്ടാവും. അതേ സമയം നോക്കിയാൽ അറിയാം മാതാവിൻ്റെ ജാതകത്തിലും ഈ ദോഷം സംഭവിച്ചിട്ടുണ്ടാവും. കാര്യം മാതാവിന് ഇതേ ദോഷം, പിതാവിന് മരണ സമയത്തിൻ്റെ ദോഷങ്ങളുണ്ടാവും, മാതാവിനും ദോഷം വന്നിട്ടുണ്ടാവും, കുട്ടിക്കും ഇതേ ദോഷം വന്നിട്ടുണ്ടാവും. അപ്പോൾ അധിപനും കാരകനും നഷ്ടപ്പെട്ടു. ഭാവത്തിൽ ആരുണ്ട്? ചൊവ്വ നിന്നാലും ആരുണ്ട്? ഗുരുവുണ്ട്. അതുകൊണ്ട് 10 വയസ്സ് വരെ നിന്നു. ഇവിടെ നിങ്ങൾ ചോദിക്കും, ഇപ്പോൾ 9 ഗുരുവാണല്ലോ, പക്ഷെ അവിടെ ചൊവ്വയുണ്ട്. മംഗളകാരകനാണ്. മംഗളകാരകൻ തന്നെയാണ് അവിടെ, മംഗളം തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ 2 ശരിക്കും പറഞ്ഞാൽ
40, 40, 40, 120 നമ്മൾ മാർക്ക് ഇടുകയാണെങ്കിൽ 80 മാർക്ക് ഇല്ല. ബാക്കി 40 മാർക്കേ ഉള്ളൂ. എങ്ങനെ? ഭാവത്തിനൊരു ചുവത്വമുണ്ട്, ഗുരു ഉണ്ട് എന്നുള്ളത്. പക്ഷേ തുലാലഗ്നത്തിന് ഗുരു എങ്ങനെയാണ് വരിക? ആധിപത്യ ദോഷമുള്ള ഗുരുവാണ്. നമ്മളിത് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണം. തുലാലഗ്നത്തിനും ഇടവലഗ്നത്തിനും ആധിപത്യ ദോഷം തരുന്ന ഗുരുവാണ്. അപ്പോൾ ഗുരുവിന് ശുഭത്വം പൂർണ്ണമാണോ? ഗുരു സാർവത്രിക ശുഭനാണെങ്കിലും ആധിപത്യ വിശേഷമില്ലാത്ത ഗുരു, ആധിപത്യ ഭാവനായ ഗുരു, ആധിപത്യം കൊണ്ട് 6ാം ഭാവ ആധിപത്യം തരുന്ന ഗുരു, അവിടെയാണ് അതിൻ്റെ പ്രശ്നം. ആധിപത്യം ദോഷം ഉള്ള ഗുരു ആണ് എവിടെ നിന്നത്? 9ൽ നിൽക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഭാവത്തിനും ഈ പറഞ്ഞ നമ്മൾ കാണുമ്പോൾ ഗുരു 9ലാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ മറ്റ് സമയങ്ങളിലൊന്നും വലിയ ജീവകാരകത്വത്തിന് വരുമ്പോൾ ആ തടസ്സത്തെ നീക്കാൻ ഇവിടെ ബുധനും സൂര്യനോ ഏതെങ്കിലും ഒന്ന് ബലം നീതിരുന്നെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ഇത് രണ്ടും പോയി പ്ലസ് ആധിപത്യ ദോഷമുള്ള ഗുരു ഈ ദശ ഇവിടെ വരുന്നതാണ് ഏറ്റവും വലിയ കുഴപ്പം. ബുധദശ 9, 12 ഭാവാധിപനായ ബുധൻ്റെ ദശ വരുന്നതാണ് എന്ത് സംഭവിച്ചത്? പിതാവിനെ നഷ്ടപ്പെട്ടത്. ഈ ബുധദശ വന്നില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ സൂര്യദശ വന്നില്ലായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ബുധദശയും സൂര്യദശയാണ് പിതാവിനും ബുദ്ധിമുട്ട് കൊടുക്കുക. അത് കറക്റ്റ് വന്നതുകൊണ്ട് മാത്രമാണ് എന്തുണ്ടാവുന്നുള്ളൂ? നഷ്ടം സംഭവിക്കുന്നുള്ളൂ. കേതുവിൻ്റെ അപഹാരം. കേതുവിൻ്റെ അപഹാരം 2, 7 മാരകനായതുകൊണ്ട് 2 എന്ന് പറയുന്നത് കുടുംബമാണ്. വാക്ക്, ധനം, കുടുംബം എല്ലാത്തിനും ബുദ്ധിമുട്ട് കൊടുക്കണം. പിന്നെ മാതാവിന് ശനിദൃഷ്ടി, അപ്പം മാതാവിനും മനോദുഃഖം വരും. ഇയാൾക്ക് എന്തായിരിക്കും? മിക്കവാറും 7ര ശനി സമയമായിരിക്കും. മറ്റേ ഗോചര ദോഷങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് ആ സംഭവം നടക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു ധാരണ വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. പലരും ചോദിക്കും, ഒറ്റ കാര്യം നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം ചോദിക്കുക, 9ൽ ഗുരുവല്ലേ എങ്ങനെ പിതാവ് മരിക്കുക? 9ൽ ഗുരു പിതാവ് ജനിക്കുമ്പോൾ മരിക്കാതിരിക്കാൻ കാരണം അതാണ്. അല്ലെങ്കിൽ ജനിക്കുമ്പോഴേ പിതാവ് ഉണ്ടാവില്ല. ഇവിടെ ഈ ഗുരു ഇല്ല എന്ന് വെക്കുക. ഉദാഹരണം പറയുമ്പോൾ അതും പറയണല്ലോ. ഈ ഗുരു ഇവിടെ ഇല്ല, ജനിക്കുമ്പോഴേ പിതാവില്ല. ഇയാൾ ജനിക്കുമ്പോൾ പിതാവില്ല. ഇയാൾ ജനിക്കുമ്പോഴേ എന്തുണ്ടാവില്ല? പിതാവുണ്ടാവില്ല. ഗുരു അവിടെ ഇല്ല. ജനിക്കുമ്പോൾ തന്നെ ഇയാൾക്ക് പിതാവിനെ നഷ്ടപ്പെടും. ഗുരു 12ൽ മറിഞ്ഞു എന്ന് നോക്കിയാൽ ജനിക്കുമ്പോൾ 12ൽ മറിഞ്ഞാൽ പോലും ചിലപ്പോൾ കാര്യം ബുധൻ്റെ ഒരു വീട് ശുഭത്വം വരുന്നതുകൊണ്ട് ഇത് വരും ചില സമയങ്ങളിൽ. അപ്പോൾ നമുക്ക് ബന്ധം വരാത്തൊരു ഭാഗത്തെ ഗുരു ഇവിടെ വന്നു. ജനിക്കുമ്പോഴേ എന്ത് പാടില്ല? ഇതിങ്ങനെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. ജനിക്കുമ്പോഴേ എന്ത് പാടില്ല? ഗുരുവിൻ്റെ ഇതില്ലെങ്കിൽ ജനിക്കുമ്പോഴേ പിതാവ് പാടില്ല. പക്ഷെ ഗുരു ഇവിടെ വരുന്നതുകൊണ്ടാണ്. ഗുരു ഇവിടെയാണെങ്കിൽ അത് 6ൽ നിൽക്കും. അപ്പോഴും മാതൃസ്ഥാനത്തേക്ക് ഒരു ചെറിയ ബലം കൂടി വരും. 4ാം ഭാവം അല്ല 4ലേക്കല്ല, കാരകഭാവത്തിലേക്ക്, ചന്ദ്രൻ്റെ വീട്ടിലേക്ക് ഒരു ചെറിയ സ്ഥാനബലം വരും. അപ്പോൾ ഗുരു ഇവിടെ നിന്നുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? 10 വയസ്സ് വരെ പിതാവ് അനുവദിച്ചത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഭാവത്തിൻ്റെ പ്രാധാന്യം, ഭാവാധിപനായ ബുധൻ്റെ പ്രാധാന്യം, ഭാവകാരകനായ സൂര്യൻ്റെ പ്രാധാന്യം. സൂര്യനാണ് ഏറ്റവും അടിപ്പെട്ടത്. സൂര്യൻ അടിപ്പെട്ടത് കൊണ്ടാണ് ബുധൻ്റെ ദശ. ബുധൻ ശരിക്കും പറഞ്ഞ് ശനിയുമായിട്ട് 8ഉം 18ഉം 7ഉം ഏകദേശം 17 ഡിഗ്രി ദൂരമുണ്ട്. പക്ഷേ പാപഗ്രഹങ്ങൾ ശനിയും അതേപോലെ തന്നെ രാഹുവുമായിട്ട് അത്രയില്ല, 15 ഡിഗ്രിയേ ഉള്ളൂ. അപ്പോൾ രാഹു ഒരേ സമയം സൂര്യൻ, ശനി, രാഹു അങ്ങനെ ഇതിലെ മൊത്തം നാശം വരുന്നുണ്ട്. ബുധൻ എന്ത് ചെയ്യും? വളരെ അടുത്തുകൂടെ, പാപൻ്റെ അടുത്തുകൂടെ പോയാലും ബുധൻ പാപനായി പോകും. ബുധനൊരു വല്ലാത്തൊരു കുഴപ്പമാണത്. ബുധന് സ്വന്തമായിട്ടൊരു ശൈലിയില്ല, സ്ഥിരതയില്ല. ബുധൻ വേഗം പാപത്വം വരും. ബുധൻ്റെ ഒരു വീട്ടിൽ ബുധൻ്റെ കൂടെ ശനി, ബുധൻ്റെ വീട്ടിൽ ചൊവ്വ. ആ ചൊവ്വ എന്ത് ചെയ്യും? ബുധൻ്റെ 2 വീടും കേടുവരുത്തും ചെയ്യും. ചൊവ്വയുടെ ദൃഷ്ടി എവിടെ വരുന്നുണ്ട്? ഇവിടെ ചൊവ്വ ശത്രുവാണ്, ബുധൻ്റെ ശത്രുവാണ് ചൊവ്വ. ചൊവ്വ 2 വീടിനെയും കേടുവരുത്തും. 4ലേക്ക് നോക്കിയിട്ട് 4ാം ദൃഷ്ടി കൊണ്ട് നോക്കും. ഗുരുവിന് എന്തുണ്ട്? ആധിപത്യ ദോഷമുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കിയിട്ടാണ് ജ്യോതിഷത്തിൽ അത് പ്രയോഗിക്കുക. എത്ര കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് നമ്മുടെ പ്രാക്ടീസാണ്. ഒരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷം 30 വർഷം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് ഇപ്പോൾ ദശാപഹാരങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ ഈ ഉദാഹരണ ജാതകങ്ങൾ ചെയ്യുന്നത്. 9ാം ഭാവാധിപൻ്റെ ദശ വന്നു, എന്ത് സംഭവിച്ചു? ഇതേ സമയം ബുധദശ വന്നില്ല എന്ന് വയ്ക്കാം, ഒന്നും സംഭവിക്കാൻ പോകണില്ല. ശുക്രൻ്റെ ദശ മുതലാണ് തുടങ്ങുന്നത്, അങ്ങനെയാണ് പോയി എന്ന് വയ്ക്കാം, ഒന്നും സംഭവിക്കില്ല. അപ്പോഴും സൂര്യദശ പ്രശ്നമാണ് കേട്ടോ. അപ്പോഴും സൂര്യദശ പ്രശ്നം വരും. സൂര്യൻ എന്തായാലും പ്രശ്നം തന്നെ കൊടുക്കും. സൂര്യദശ ദോഷമായിട്ട് വരും. കാര്യം ശനിബന്ധാണ്.
ഈ കാരകനാണ് ഇവിടെ ഏറ്റവും വലിയ ദോഷം ചെയ്യുന്നത്. കാരകൻ നശിക്കുന്നതുകൊണ്ടാണ് ആ കാരകത്വത്തിന് അടി കിട്ടുന്നത്. അതുകൊണ്ടാണ് 4-ാം ഭാവത്തിനെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത്. മാതാവിന് ദോഷം വരുമോ, ബുദ്ധിക്ക് ദോഷം വരുമോ, ലക്ഷ്വരിക്ക് ദോഷം വരുമോ, അതുപോലെ ഓരോ ഇതിനും ഞാൻ പറഞ്ഞില്ലേ, വണ്ടി, വീട്, വാഹനം, മാതാവ്, മനസ്സ്, അല്ലെങ്കിൽ ബുദ്ധി, വിദ്യാഭ്യാസം, ഏതാണ് പ്രശ്നം വരിക എന്ന് തീരുമാനിക്കുന്നത് കാരകൻ പോയത് ഏതാണെന്ന് നോക്കിയിട്ടാണ്. ബുധനാണ് പോയതെങ്കിൽ ബുദ്ധിയാണ്, വിദ്യാഭ്യാസത്തെയാണ്. ചന്ദ്രനാണെങ്കിൽ മാതാവാണ്, മനസ്സാണ്. അതുപോലെ ശുക്രനാണെങ്കിൽ വണ്ടി, വീട്, വാഹനം പോലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കാരകൻ ഏതാണോ കൂടുതൽ നഷ്ടം വരും. അപ്പോൾ ഭാവാധിപൻ പോയി, ഉടൻ കാരകൻ പോയത് ഏതാണ്? കാരകൻ സൂര്യൻ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവിടെ. കാരകൻ പോയില്ലായിരുന്നു എന്ന് വയ്ക്കാം, കാരകൻ ബലവാനാണെന്ന് വയ്ക്കാം, ഈ ജാതകത്തിൽ ദോഷം വരില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ജാതകത്തെ ചിന്തിക്കുക. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകൾ, വിലയേറിയ കമൻറ്റുകൾ താഴെ ഉണ്ടാവട്ടെ. എന്തായാലും നന്ദി, നമസ്കാരം.